സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ഒരു ഭയങ്കര രസകരമായൊരു സംഭവം ഉണ്ടാവുന്നു. നമ്മുടെ ശിവൻകുട്ടി ചേട്ടനെ, വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ചേട്ടനെ രാജീവ് എന്ന പേരുള്ള രാജീവ് ചന്ദ്രശേഖർ എന്ന പേരുള്ള BJPയുടെ ആ ഒരു സംസ്ഥാന നേതാവ് ഒരു വെല്ലുവിളിക്കുന്നു. വെല്ലുവിളിച്ച് എങ്ങനെയാണ് സംഗതി? ഇങ്ങനെയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് തേമണ്ഡലത്തിൽ നടന്നത് സമാനതകളില്ലാത്ത വികസനമാണ്. ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെയുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടന്നത്. അദ്ദേഹം പറയുന്നത് ഒരു വികസനവും നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാൻ അദ്ദേഹത്തെ ഈ കാര്യം ചർച്ച ചെയ്തതിന് വേണ്ടി ഒരു ഓപ്പൺ ഡിബേറ്റിന് വെല്ലുവിളിക്കുക. ഓപ്പൺ ഡിബേറ്റ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ വാക്കുകൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്, ഇവിടെ വെല്ലുവിളിച്ചത് ശിവൻകുട്ടി ചേട്ടനാണ്. നേമം എന്ന് പറയുന്ന മണ്ഡലത്തിൽ രണ്ടുപേരും മത്സരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നും ചെയ്തില്ല, ഇവിടെ ഒന്നും ചെയ്തില്ല എന്ന് നമ്മുടെ ആരുടെ വക വർത്താനം, നമ്മുടെ ചന്ദ്രശേഖരേട്ടന്റെ രാജീവേട്ടന്റെ വക വർത്താനം. അപ്പൊ രാജീവേട്ടന് പറയുന്നത് അങ്ങോട്ട് പറഞ്ഞു വെച്ച് പോയതല്ലോ, നിയമത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഉള്ള മലയാളമൊക്കെ വെച്ച് കൂട്ടിവെച്ച് ആ മനുഷ്യൻ പറഞ്ഞു. ഏത് മറവിൽ ഒളിച്ചാലും ഈ അരശുമൂട്ടി അപ്പുക്കുട്ടൻ നിന്നെ പുല്ലുപോലെ കണ്ടുപിടിക്കും. അപ്പോള് നമ്മുടെ ശിവൻകുട്ടി ചേട്ടൻ പറഞ്ഞു, നിയമത്തില് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആ ഒരു രാജീവ് ചന്ദ്രശേഖർ ധൈര്യമുണ്ടെങ്കിൽ, അങ്ങനെ തന്നെയാണ് അതിന്റെ അർത്ഥം. നട്ടലുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ, ആണാണെങ്കിൽ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ വാ നമുക്ക് സംവാദത്തിന് തയ്യാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവൻകുട്ടി ചേട്ടൻ തയ്യാറാണ്. ഞാൻ ഇവിടെ മന്ത്രിയായിരിക്കെ നേമം മണ്ഡലത്തില് ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് കണക്ക് വെളിപ്പെടുത്താം, കാര്യങ്ങൾ വ്യക്തമായിട്ട് വെളിപ്പെടുത്താം, നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ വാ എന്നൊരു ഗംഭീര വെല്ലുവിളിക്ക് അപ്പോ ഒരല്പ ആണത്തനുണ്ടെങ്കിൽ സ്വീകരിക്കണ്ടേ? ആര് സ്വീകരിക്കണ്ടേ? നമ്മുടെ രാജീവേട്ടൻ സ്വീകരിക്കണ്ടേ? രാജീവേട്ടൻ സ്വീകരിച്ചു കേട്ടോ, അതിഗംഭീരമായ സ്വീകരണമായിരുന്നു കേട്ടോ. ഇതാ കേട്ടോക്കെ. ഞാനും തയ്യാറാണല്ലോ. പക്ഷെ നുണ പറയാൻ പാടില്ല. അതാണ് എന്റെ ഒരു ഏറ്റവും കൂടുതൽ എന്റെ ഒരു അപ്പോസ്തലനെ പറയുന്നത്. ഞാൻ റെഡിയാണ്. പറയൂ വിളിക്കൂ. കണ്ടില്ലേ, രാജീവേട്ടൻ ഭയങ്കര ധൈര്യത്തോടെ പറയുന്നു, ഞാൻ റെഡിയാണ്, വിളിക്കൂ. പക്ഷെ നുണ പറയരുത്. ആരാ നുണ പറയ? ഇവിടെ സോഷ്യൽ മീഡിയ ശക്തമായി നിൽക്കുന്ന സമയത്ത് എന്ത് വിവരവും ഒരു വിരൽ തുമ്പിൽ നമ്മുടെ മുമ്പിലേക്ക് കിട്ടുന്ന ഈ ഒരു കാലഘട്ടത്തില് നുണ പറഞ്ഞാൽ തന്നെ അത് അടുത്ത സെക്കൻഡിൽ പൊട്ടിപ്പോകുമെന്ന് വളരെ വ്യക്തമല്ലേ? അപ്പൊ പിന്നെ നുണ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഇയാളൊരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. ഇതൊക്കെ വെല്ലുവിളി സ്വീകരിക്കാൻ മാത്രം നട്ടല്ലൊന്നും ഇവന്മാർക്ക് ഇല്ല എന്നാണ് നമുക്ക് തോന്നിപ്പോകുന്നേ. പ്രധാനമായിട്ട് രാജീവ് ചന്ദ്രശേഖരന് അത്രയൊന്നും ഇല്ലെന്നേ. ആരോടാ വെല്ലുവിളിക്കുന്നേ? രാഷ്ട്രീയത്തിൽ കളിച്ചു വളർന്നു വന്ന നമ്മുടെ ശിവൻകുട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനാണ് വെല്ലുവിളിക്കുന്നത്. CPM-ൽ ആ ഒരു മനുഷ്യനെ വെല്ലുവിളിക്കുന്നു. ഈ ചങ്ങാതി ബിസിനസ്സുകാരനല്ലേ, ബിസിനസ്സുകാരന് എന്തോന്ന് വെല്ലുവിളി? അയാൾക്കെല്ലാം പണം കൊണ്ട് തീർത്തുള്ള പരിചയങ്ങളല്ലേ. പക്ഷേ വെല്ലുവിളി അങ്ങോട്ട് പറഞ്ഞപ്പോഴേ ഞാൻ ആദ്യം ശിവൻകുട്ടി ചേട്ടൻ പറയുന്നു, ധൈര്യമുണ്ടെങ്കിൽ വാ എന്ന് പറയുന്നു. രാജീവ് ചന്ദ്രശേഖർ ശരി ഡേറ്റും സമയം നിശ്ചയിക്കടാ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞത് കേട്ടപ്പോഴേ അരശുമൂട്ടിൽ അപ്പുക്കുട്ടൻ ഓർമ്മ വന്നു. അരശുമൂട്ടിൽ അപ്പുക്കുട്ടൻ പറയുന്ന മാതിരി, എന്നാ സമയം നിശ്ചയിക്കാൻ പോയി പറ എന്ന് പറഞ്ഞു. പറഞ്ഞപ്പോ അതിന് ഉത്തരം കിട്ടി. ഉത്തരം കേൾക്കൂ. ഉച്ചവരെ ഞാൻ തയ്യാറാണ്. ഞാൻ പൂജപ്പുര സ്ഥലവും നിർദ്ദേശിക്കുന്നു. അതല്ല, ഇത് ഈ 2 സ്ഥലവും തീയതി വേറെ മാറ്റിയാലും എനിക്ക് പ്രശ്നമില്ല. അദ്ദേഹം പറഞ്ഞ തീയതിയിൽ ഞാൻ ക്രമീകരിച്ചു. എങ്ങനെയുണ്ട്? ഇദ്ദേഹം പറയുന്നത് ഇന്ന ഡേറ്റിൽ 29 എങ്ങാണ്ടാണ്, എനിക്ക് സമയമുണ്ട്, ഉച്ചവരെ ഇഷ്ടം പോലെ സമയമുണ്ട്, സംവാദത്തിന് വാ, പത്രപ്രവർത്തകരുടെ മുമ്പിലേക്ക് സംസാരിക്കുന്നു, ധൈര്യമുണ്ടെങ്കിൽ വാ. ഇനി അതുമല്ല, ആ ഡേറ്റ് നിങ്ങൾക്ക് പറ്റില്ല എങ്കിൽ, അങ്ങനെ കൂടി ശിവൻകുട്ടി ചേട്ടൻ പറഞ്ഞു, ആ ഡേറ്റ് നിങ്ങൾക്ക് പറ്റില്ല എങ്കിൽ ആ ഡേറ്റിന് സംവാദത്തിന് നിങ്ങൾ BJP-കാരനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന് ധൈര്യമില്ല, സമയമില്ല എങ്കിൽ വേറൊരു ഡേറ്റ് തീരുമാനിച്ചോളൂ. നിങ്ങൾ വേറെ ഡേറ്റ് തീരുമാനിച്ചോളൂ, ഞാൻ തയ്യാറാണ്. നിയമത്തിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടന്നില്ല എന്ന് ചർച്ച ചെയ്യാൻ ഇപ്പോൾ അവിടുത്തെ മന്ത്രിയായിരിക്കുന്ന, ഇപ്പോൾ താൽക്കാലിക മന്ത്രി എന്ന് പറയാം, മന്ത്രിയായിരിക്കുന്ന ഒരു എന്താ പറയാ, താൽക്കാലിക മന്ത്രിസഭകളൊക്കെ ഉള്ളത്, മന്ത്രിയായിരിക്കുന്ന ഞാൻ തയ്യാറാണ്. അവിടെ വികസന പ്രവർത്തനങ്ങൾ നിങ്ങളാണോ നടത്തിയത് അതോ ഞങ്ങളാണോ നടത്തിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ BJP-കാരാണോ നടത്തിയത് അതോ കമ്മ്യൂണിസ്റ്റുകാരാണോ നടത്തിയതെന്ന് ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഇതാ ഡേറ്റ് തീരുമാനിക്കുന്നു, സമയം മറ്റും കുറിച്ച് തരുന്നു. ഇനി അതൊന്നും നിങ്ങൾക്ക് പറ്റില്ല അച്ഛാ, വേറെ സമയം നിങ്ങൾ തീരുമാനിച്ചോളൂ. ആരാ നിങ്ങള്? രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചോളൂ എന്ന് വൃത്തിയായിട്ടും ആര് വെല്ലുവിളിച്ചു? നമ്മുടെ
ശിവൻകുട്ടി ചേട്ടൻ വെല്ലുവിളിച്ചു. സ്വാഭാവികമായിട്ടും ഒരല്പം എന്താ പറയാ ധൈര്യമുണ്ട് വെച്ചാ അത് തീരുമാനിക്കപ്പെടണ്ടേ, വേണ്ടേ? എന്നാ ശരി, ഞാൻ സമയം നിശ്ചയിക്കാം. അതായത് ഈ സമയം നിശ്ചയിക്കലൊക്കെ എങ്ങനെയെന്നറിയാവോ? ഒരാൾ നമ്മളെ വെല്ലുവിളിച്ചാലേ, ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരൻ എങ്ങനെ വിളിച്ചേ, നിങ്ങളെ നേമത്ത് കമ്മ്യൂണിസ്റ്റുകാർ ഒരു വികസനവും നടത്തിയിട്ടില്ല. അപ്പോ ഇദ്ദേഹം പറഞ്ഞു, എന്നാ ഞാൻ വെല്ലുവിളിക്കുന്നു, നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ ചർച്ച ചെയ്യാൻ പോണെങ്കിലേ നമ്മൾ എന്തിനൊക്കെ ചെയ്തിരിക്കണം. രാജീവ് ചന്ദ്രശേഖർ സത്യം പറയാലോ നട്ടലിന്റെ ഭാഗത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ആണെന്നൊക്കെ തോന്നിപ്പോകുന്ന രീതിയിൽ അദ്ദേഹം വെല്ലുവിളി സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, യു-ടേൺ ആണ്. ഇപ്പൊ യു-ടേൺ ആണ്. ഒരു തരത്തിലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കണം നിങ്ങൾ സുഹൃത്തുക്കളെ. ഈ ഡിബേറ്റ് എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ ശ്രദ്ധ തിരിക്കാൻ, അതും 29-ാം തീയതി പ്രധാനമന്ത്രി വരുമ്പോ, എന്നിട്ട് അതൊരു നറേറ്റീവ് കണ്ടില്ലേ? 29-ാം തീയതിയാണ് അന്ന് പ്രധാനമന്ത്രി വരുമ്പോ ഇദ്ദേഹത്തിന് സ്റ്റേജിൽ കയറി കുത്തിരിക്കാനുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എന്നെ ഈ സമയത്ത് എന്നെ ഡിബേറ്റിന് വിളിച്ചാൽ എന്ത് ചെയ്യും? എന്റെ സുഹൃത്തെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തിരക്കുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു സമയം നിശ്ചയിച്ചോളൂ എന്ന് കൃത്യമായിട്ട് നമ്മുടെ ശിവൻകുട്ടി ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. കേട്ടോക്കൂ. ഉച്ചവരെ ഞാൻ തയ്യാറാണ്. ഞാൻ പൂജപ്പുര സ്ഥലവും നിർദ്ദേശിക്കുന്നു. അതല്ല, ഇത് ഈ 2 സ്ഥലവും തീയതി വേറെ മാറ്റിയാലും എനിക്ക് പ്രശ്നമല്ല. അദ്ദേഹം പറഞ്ഞ തീയതിയിൽ ഞാൻ ക്രമീകരിച്ചോളാം. ഇനി 29-ാം തീയതി രാജീവ് ചന്ദ്രശേഖരന് ഇങ്ങനത്തെ ഒരു മത്സരത്തിന് താല്പര്യമില്ല അല്ലെങ്കിൽ സമയമില്ല എങ്കിൽ നിങ്ങൾ സമയം നിശ്ചയിക്കൂ, നിങ്ങൾ സ്ഥലം നിശ്ചയിക്കൂ, അതിനനുസരിച്ച് ഞാൻ എന്റെ തിരക്കുകളൊക്കെ ഞാൻ ക്രമീകരിച്ചോളാം, ഒരു കുഴപ്പമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അന്തസ്സിന്റെ അഭിമാനത്തിന്റെ, താൻ ഈ നാട്ടിൽ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന നിശ്ചയദാർഢ്യത്തിന്റെ എന്താ പറയാ ആത്മവിശ്വാസത്തിന്റെ വർത്തമാനാണ്. ശിവൻകുട്ടി ചേട്ടൻ പറയുന്നത് ഒരു ആത്മവിശ്വാസത്തിന്റെ വർത്തമാനാണ്. 100% നിയമത്തിനു വേണ്ടി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് പറയുന്നത്. ഞാൻ പറയുന്ന സമയം നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ വേറെ സമയം നിശ്ചയിച്ചോളൂ, ഞാൻ വരാം. അങ്ങനെയാണെങ്കിൽ ഒരല്പം അഭിമാനബോധം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? രാജീവ് ചന്ദ്രശേഖർ വേറെ സമയം നിശ്ചയിക്കണ്ടേ? അതിന് പകരം ഇമ്മാതിരി എന്താ പറയാ ഈ വലിച്ചിൽ പരിപാടിയൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഡിബേറ്റ് എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ ശ്രദ്ധ തിരിക്കാൻ, അതും 29-ാം തീയതി പ്രധാനമന്ത്രി വരുമ്പോ, എന്നിട്ട് അതൊരു നറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുക. രാജീവ് ചന്ദ്രശേഖർ ഡിബേറ്റിന് തയ്യാറല്ല. ഇതല്ല ജയിച്ചു എന്നങ്ങ് ഉറപ്പിക്കാൻ ഇനിയും മത്സരം മലവെള്ളം പോലെ കിടപ്പുണ്ട്. ഉണ്ട്, പക്ഷെ മലയാളത്തിൽ ഒലിച്ചു പോകരുത്. ചലഞ്ച് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് വേണ്ടി അരിശുമൂട്ടിൽ അപ്പുക്കുട്ടൻ ചലഞ്ച് ചെയ്യുന്നു. ചെസ് മത്സരത്തിന് ഞാൻ എടുത്തോളാം. വേണ്ട, ആരെ വിട്ടിയാക്കും. ഇതല്ല സത്യം. രാജീവ് ചേട്ടാ, നിങ്ങളോട് പറഞ്ഞത് 29-ാം തീയതി പറ്റില്ലെങ്കിൽ വേറെ ഡേറ്റ് തീരുമാനിച്ചോളൂ എന്ന് നമ്മുടെ ശിവൻകുട്ടി ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. ഇതാരും വിട്ടിയാക്കലല്ല. നിങ്ങൾക്ക് ധൈര്യമില്ല എന്നർത്ഥം. ഈ ധൈര്യമില്ലായ്മ എന്തുകൊണ്ട് വരുന്നു? നിങ്ങൾക്ക് ആത്മവിശ്വാസമില്ല. എന്തുകൊണ്ട് ആത്മവിശ്വാസമില്ല? അവിടെ കേന്ദ്ര ഗവൺമെന്റിന്റേതായിട്ടുള്ള ഒരു പദ്ധതി പോലും അവിടെ രാജീവ് ചന്ദ്രശേഖർ നടത്തിയിട്ടില്ല എന്നത് കാരണം. ഇനി ബാക്കി കേൾക്ക്. മാറ്റിയിട്ടുണ്ട്. 7-ാം തീയതിക്കുള്ളിൽ ഏത് ദിവസം വേണമെങ്കിലും ഞാൻ വിളിച്ചോളാം. നമ്പർ ഉണ്ട് എന്റെ അടുത്ത്, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. മുഖ്യമന്ത്രിയുടെ നമ്പറും ഉണ്ട്. മുഖ്യമന്ത്രി എന്നെ വിളിക്കുക, ഞാൻ ശിവൻകുട്ടീനെ വിളിക്കാം. എങ്ങനെയുണ്ട്? ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂപ്പറെ വിളിക്കണം. BJPയുടെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ഇങ്ങോട്ട് വിളിക്കണം. വരാവോ? എന്തിനു വരാവോ? ഒരു സംവാദം വെച്ചിട്ടുണ്ട്, താങ്കൾക്ക് പങ്കെടുക്കാൻ സമയം ഉണ്ടാവോ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കാല് പിടിക്കണമെന്ന് പോലും. എന്റെ പൊന്നു സുഹൃത്തെ, നിങ്ങളൊക്കെ ഇങ്ങനെ ധൈര്യമില്ലാതായാലോ. ഇനിയിപ്പോ ആദ്യം മുഖ്യമന്ത്രി ഇദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിക്കണം, എന്നിട്ട് വേണം. അപ്പൊ ഇദ്ദേഹത്തിന് സമയം ഉണ്ടെങ്കിൽ ശിവൻകുട്ടി ചേട്ടനെ വിളിക്കും. ഇതിന്റെ അർത്ഥമാണ് ആ ഒരു ഡിബേറ്റിന് പങ്കെടുക്കാൻ ധൈര്യമില്ലാന്നർത്ഥം. ജയിച്ചു എന്നങ്ങ് ഉറപ്പിക്കാൻ ഇനിയും മത്സരം മലവെള്ളം പോലെ കിടപ്പുണ്ട്. ഉണ്ട്, പക്ഷെ മലയാളത്തിൽ ഒലിച്ചു പോകരുത്. ചലഞ്ച് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് വേണ്ടി അരിശുമൂട്ടിൽ അപ്പുക്കുട്ടൻ ചലഞ്ച് ചെയ്യുന്നു. ധൈര്യമില്ല, ഒരല്പം പോലും ധൈര്യമില്ല. ഇതാ ഞാൻ പറഞ്ഞത്, ഇത് അരിശുമൂട്ടിൽ അപ്പുക്കുട്ടൻ ഇതിനേക്കാളും ഭേദമായിരുന്നു. അറ്റ്ലീസ്റ്റ് അടുത്ത മത്സരത്തിനെങ്കിലും കാണാമെന്നൊക്കെ പറഞ്ഞ് അടുത്ത മത്സരത്തിന് എന്താ പറയാ പാലും ബൂസ്റ്റ് ഇട്ട് കലക്കിയ വെള്ളമൊക്കെ കുടിച്ചിട്ട് തയ്യാറായി നിൽക്കുമായിരുന്നു നമ്മുടെ അരിശുമൂട്ടിൽ അപ്പുക്കുട്ടൻ.
ഒന്നുമില്ലെങ്കിൽ ആ കാട്ടാളന്മാരുടെ ഇടയിലൊക്കെ പോയിട്ട് പുതിയ എന്താ പറയാ ആയോധന വിദ്യകളൊക്കെ പഠിച്ചിട്ട് തല്ലൂടാനെങ്കിലും പോയി നിൽക്കുമായിരുന്നു. തോറ്റുപോവും, 100% തോറ്റുപോവും. പക്ഷെ അരിശുംമൂട്ടിൽ അപ്പുക്കുട്ടൻ ഇതിനേക്കാൾ ഭേദമാണെന്നാണ് ഇപ്പൊ നാട്ടുകാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനല്ല കേട്ടോ, നാട്ടുകാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യൂലേ? ബൈ.